കൊല്ലത്ത് CPI ലോക്കൽ സമ്മേളനത്തിൽ സംഘർഷം. മധ്യസ്ഥത വഹിക്കാനെത്തിയ CPI നേതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിലേക്ക് സംഘർഷമെത്തി. ശാസ്താംകോട്ട പോരുവഴി പടിഞ്ഞാറ് ലോക്കൽ സമ്മേളനത്തിലാണ് സംഭവം. സർക്കാർ ഉദ്യോഗസ്ഥനുമായി വ്യക്തിയെ ലോക്കൽ സെക്രട്ടറിയാക്കുന്നതിനെതിരെ പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. പാർട്ടി നേതൃത്വം ഇത് അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, എത്രത്തോളം സംഘർഷാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായത്? മറ്റ് വിവരങ്ങൾ? ശാസ്താംകോട്ടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. അതായത് CPI ലോക്കൽ സമ്മേളനത്തിലാണ് ഈ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ തന്നെ CPI പോരുവഴി പടിഞ്ഞാറ് ലോക്കൽ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ഈ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമിതി അംഗവും സർക്കാർ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ശശിധരൻ എന്ന് പറയുന്ന വ്യക്തിയെ ലോക്കൽ സെക്രട്ടറി ആക്കുന്നതിനെതിരെ ഒരു സംഘം പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. ഇതാണ് സംഘർഷത്തിന് പിന്നീട് വഴിവെച്ചത്. അതായത് ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ ചുമതലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് ഈ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതേസമയം തന്നെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ തൊഴിലില്ലാത്ത സഖാക്കളെ നേതൃത്വത്തിൽ കൊണ്ടുവരണമെന്നാണ് ഈ പ്രവർത്തകർ വാദിച്ചത്. ഇതേസമയം ഇരു വിഭാഗവും തമ്മിൽ സംഘർഷത്തിലേക്ക് ഏർപ്പെടുകയായിരുന്നു. ഈ സമയത്താണ് ഈ മധ്യസ്ഥത വഹിക്കാനായി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗമായിട്ടുള്ള CB കൃഷ്ണചന്ദ്രൻ അവിടേക്ക് എത്തിയത്. അദ്ദേഹം ഇവരെ പിടിച്ചു മാറ്റുന്നതിനിടെയാണ് ഈ പ്രകോപിതരായ പ്രവർത്തകർ ഈ പുതിയ ലോക്കൽ കമ്മിറ്റി അംഗമായി നോമിനേറ്റ് ചെയ്ത ഈ ശശിധരന്റെ അടുത്ത അനുയായിയായിട്ടുള്ള ഒരു നേതാവ് കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തി കൊണ്ട് ഈ കൃഷ്ണചന്ദ്രന്റെ വയറ്റിലേക്ക് ആഞ്ഞു കുത്താൻ ശ്രമിക്കുന്നത്. ഈ സമയം കൃഷ്ണചന്ദ്രൻ കൈകൊണ്ട് ഇത് തടയുകയായിരുന്നു. തുടർന്ന് കയ്യിൽ പരിക്കേറ്റു. ഈ കുത്ത് തടഞ്ഞതിനാൽ തന്നെ വലത് കൈയുടെ കൈത്തണ്ടയ്ക്കാണ് ആഴത്തിൽ മുറിവേറ്റിട്ടുള്ളത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ ഈ പ്രവർത്തകരെല്ലാം ചേർന്ന് ഈ സംഘർഷം അങ്ങനെ തന്നെ നിലനിൽക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാരൊക്കെയും ഈ സംഭവം അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പോലീസ് എന്താണ് ഈ ഒരു വിഷയത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ഈ പ്രതികളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന്? ഇതിൽ മറ്റൊരു കാര്യം, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഈ നേതാവിനെ ഉടനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഒരു പരാതിയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ പോലീസും ഇതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആരും അറിയാതെ ഇത് മൂടി വെക്കുവാനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഒരു തരത്തിലുള്ള പരാതിയോ നടപടിയോ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മനോജ്, പരാതി നൽകിയില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുകൾ ഈ ഒരു വിഷയത്തിലുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു രീതിയിലും ഒരു നടപടിക്രമങ്ങളിലേക്കും കടന്നിട്ടില്ല എന്ന് തന്നെയാണല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു നടപടികളിലേക്കും കടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ, അതായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാളെ പോലും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഒരു സംഘർഷത്തിന്റെ വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോയാൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുമെന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു നടപടിയോ ഇല്ലാത്തത്. ശരി, കൊല്ലത്ത് നിന്ന് ചേർന്നത് മനോജ്.